തിരുവനന്തപുരത്ത്. അവിടെ ഈ പഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം വക്കം പഞ്ചായത്ത് മെമ്പറായ അരുണിനെയും അമ്മ വത്സലയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മീര ചേരുന്നു. മീര, എന്താണ് സംഭവം? ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് പറയുന്നത്? എന്താണ് ഈ അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് രാവിലെ വരുന്നത്. തിരുവനന്തപുരം വക്കത്ത് പഞ്ചായത്ത് മെമ്പറും അമ്മയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തൂങ്ങി മരിച്ച നിലയിലാണ് ഇന്ന് രാവിലെയോടുകൂടി കണ്ടെത്തിയത്. വക്കം സ്വദേശി തന്നെയായിട്ടുള്ള അരുൺ, അമ്മ വത്സല എന്നിവരാണ് മരിച്ചത്. ഈ അരുൺ ഈ വക്കം പഞ്ചായത്തിലെ തന്നെ 8ാം വാർഡ് മെമ്പറാണ്. കോൺഗ്രസ് പ്രവർത്തകനും കൂടിയാണ് അരുൺ. ഈ സാഹചര്യത്തിൽ എന്തായാലും പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ പോലീസ് ഈ അരുണിൻ്റെയും അമ്മയുടെ മൃതദേഹത്തിൻ്റെയും അടുത്തു നിന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി. ആ കുറിപ്പിൽ ചില വ്യക്തികൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അരുണിനെതിരെ ഒരു ജാതി വിവേചനം അല്ലെങ്കിൽ SC/ST വകുപ്പ് പ്രകാരം ഒരു കേസ് ഒരു സ്വകാര്യ വ്യക്തികൾ കൊടുത്തിരുന്നു. ആ ഒരു കേസിന്റെ മാനസിക വിഷമം, അതൊരു കള്ളക്കേസാണെന്നതുൾപ്പെടെയുള്ള മാനസിക വിഷമത്തിലാണ് ഈ ഒരു ആത്മഹത്യ നടന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായുള്ള വിവരം. എന്തായാലും പോലീസ് നിലവിൽ കടയ്ക്കാവൂർ പോലീസ് ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ തുടർ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും അത് തന്നെയാണോ ഇത്തരത്തിലൊരു ആത്മഹത്യയും അമ്മയെയും മകനെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ അന്വേഷണത്തിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിപ്പോ മരണപ്പെട്ടത് പഞ്ചായത്ത് മെമ്പർ കൂടി ആയതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ വളരെ അടുപ്പമായിരിക്കും അയാളുമായിട്ട്. കാരണം നാട്ടുകാർക്ക് സുപരിചിതനായിരിക്കും. അപ്പോൾ ഈ നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്തുന്നുണ്ടോ? ഇപ്പം വീട്ടുകാർ കഴിഞ്ഞപ്പം ഒരു പരാതിയൊക്കെ ആണെങ്കിൽ 1-2 ദിവസം മുമ്പേ തന്നെ ഇവര് മാനസികമായി തളർന്നിരിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കുന്നുണ്ടോ? സേതു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനസിക വിഷമം തന്നെയാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ആ പ്രതികരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ വിളിച്ചന്വേഷിക്കുന്ന സമയത്തും ആ ഒരു വിഷയം തന്നെയാണ് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസിൻ്റെ കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രാഥമികമായുള്ള വിവരങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ആത്മഹത്യക്കുറിപ്പിൽ ഉൾപ്പെടെ വ്യക്തികളുടെ പേരെടുത്തു തന്നെയുള്ള പരാമർശങ്ങളുണ്ട്. പ്രധാനമായും 3 വ്യക്തികളുടെ പേര് തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ ഒരു വ്യക്തികളുടെ പേര് പരാമർശിച്ച സാഹചര്യത്തിൽ അവരുടെ കൂടി പശ്ചാത്തലം ഉൾപ്പെടെ അന്വേഷിച്ചു പോവുകയാണ്. എന്തായാലും ആ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഇത് തന്നെയാണോ മരണത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. സേതു, ഓക്കെ. അപ്പോൾ മീര ഇപ്പം നൽകിയത് പ്രാഥമിക വിവരങ്ങളാണ്. തിരുവനന്തപുരത്താണ് പഞ്ചായത്ത് അംഗത്തെയും അമ്മയെയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്.